എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരങ്ങൾ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വേറൊരു വ്യത്യാസമായിട്ടുള്ള ടോപ്പിക്കാണ്. അതായത് അത് സ്പിരിച്വാലിറ്റിക്ക്, ആത്മീയതയിൽ ഒരുപാട് ഇമ്പോർട്ടൻ്റായിട്ട് മുഖ്യ പങ്ക് വഹിക്കുന്ന ഒരു ഘട്ടമാണ്. ഓക്കെ, അത് എന്തുവാന്ന് വെച്ചാൽ സെൽഫ് ലവ്. അതെന്തുവാ സെൽഫ് ലവ്? പേരിനെ, വാക്കിനെ നമുക്ക് മനസ്സിലാകും. നമ്മളെ ആദ്യം നമ്മൾ സ്നേഹിക്കണം. എന്താണെന്ന് വെച്ചാൽ ഇത്രയും കാലം പൊതുവേ പറയുവാണെങ്കിൽ പെണ്ണുങ്ങൾ അല്ലെങ്കിൽ അമ്മമാർ, വീട്ടിലുള്ള വലിയവർ, പെണ്ണുങ്ങൾ, അവർക്ക് ഒന്നുമേ ചെയ്യത്തില്ല. അവർക്ക് വലുത് അവരുടെ മക്കൾ, അവരുടെ ഭർത്താക്കൾ, അവരുടെ ഭർത്താക്കന്മാരുടെ കുടുംബാംഗങ്ങൾ, പിന്നെ ആ സ്ത്രീയുടെ അമ്മയച്ഛനും കൂടപ്പിറപ്പുകൾ, അങ്ങനെ ഓരോ സർക്കിളായിട്ടിങ്ങനെ കൂടി വരും. അപ്പം എൻ്റെ അമ്മയൊക്കെ അങ്ങനെയായിരുന്നു, എൻ്റെ അമ്മൂമ്മ അങ്ങനെയായിരുന്നു. എൻ്റെ അമ്മൂമ്മയുടെ അമ്മയെ ഞാൻ കണ്ടിട്ടുണ്ട്. 90 ഏകദേശം 100 വയസ്സ് വരെ ജീവിച്ചിരുന്നുണ്ട്. ഞാൻ വരെ അങ്ങനെ, ഞാൻ കണ്ടു വളർന്നത് അങ്ങനെയാണ്. അപ്പം ഞാൻ വരെ ഇത്രയും നാൾ ഞാൻ ജീവിച്ചത് അങ്ങനെയാണ്. അപ്പം എനിക്കിന്ന് ഞാൻ ഒന്നും മാറ്റി വയ്ക്കത്തില്ല. ഇപ്പോൾ എന്തെങ്കിലും ഒരു സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയാൽ കൂടെ ആദ്യം ഞാൻ കൊടുക്കുന്നത് എൻ്റെ മക്കൾക്കായിരിക്കും, അതിൻ്റെ അടുത്തത് ഹസ്ബൻഡിന്, ഭർത്താവിന്, പിന്നെ വീട്ടിലുള്ള മറ്റവർക്കെല്ലാം, അല്ലെങ്കിൽ വലിയവർക്ക്, ഒരുപാട് വയസ്സായവർക്ക് ഒക്കെ ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് അടുത്തതായിട്ട് അവർക്കായിരിക്കും പരിഗണന, അതിന് പിന്നെ ആയിരിക്കും ഭർത്താവിന്. അങ്ങനെ എല്ലാവർക്കും കൊടുത്ത് അവരെയൊക്കെ തൃപ്തിയാക്കി നല്ല രീതി തീറ്റിപ്പോറ്റിയിട്ട്, അങ്ങനെ വേണം പറയാൻ, എല്ലാ രീതിയിലും അവരെ സന്തോഷപ്പെടുത്തി തൃപ്തിയാക്കിയിട്ട് ബാക്കിയുള്ളതൊക്കെയാണ് ഞാനെടുത്ത് കഴിക്കാറുള്ളത്, എനിക്ക് വേണ്ടി ചെയ്യാറുള്ളത്. പക്ഷേ ഈ തലമുറ അങ്ങനെയല്ല. ഈ തലമുറ എന്ന് പറയുന്നത് എന്ത് ചെയ്താലും, ഭക്ഷണമാണെങ്കിലും ശരി, എന്തായിരുന്നാലും എല്ലാം മേശപ്പുറത്ത് കൊണ്ടുവന്ന് വയ്ക്കുക, ഉള്ളത് ഷെയർ ചെയ്യുക, വിട്ടുകൊടുക്കുന്ന സ്വഭാവമോ, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി എനിക്ക് ഉള്ളത് ഞാൻ കുറച്ചോളാം, നിങ്ങൾ സന്തോഷമായിട്ടിരി, അല്ലെങ്കിൽ നിങ്ങൾ തൃപ്തിയായിട്ട് കഴി, അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ഇപ്പോൾ ഇല്ല. എല്ലാം ശരി സമമായിട്ടുള്ളതാണ് എന്നുള്ളതാണ്. അപ്പം അങ്ങനെ വരുമ്പം ഈ സെൽഫ് ലവിൻ്റെ റോൾ എന്തുവാ എന്ന് ചോദിച്ചാൽ, അതുകൊണ്ട് ഒരുപാട് നന്മകളുണ്ട്. അതിൽ ഒരു കാര്യം പറയുന്നത്, ഈ ഇൻട്രോസ്പെക്ഷൻ എന്നും നമ്മൾ ചെയ്യണം. ഈ ഇൻട്രോസ്പെക്ഷൻ എന്ന് വെച്ചാൽ എന്തുവാ? ഇൻട്രോസ്പെക്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഈ ഇൻസ്പെക്ഷൻ എന്ന് പറയുമ്പം വെളിയിലുള്ള ആളുകൾ വന്ന്, ഇപ്പോൾ ഒരു സ്കൂൾ ഇൻസ്പെക്ഷൻ അല്ലെങ്കിൽ ഒരു ഓഫീസ് ഇൻസ്പെക്ഷൻ എന്ന് പറയുമ്പം വെളിയിലുള്ള ആളുകൾ വന്ന് റെക്കോർഡൊക്കെ പരിശോധിക്കും, ക്ലാസ് എങ്ങനെ പോകുന്നു എന്ന് പരിശോധിക്കും, എല്ലാ റെക്കോർഡ്സും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ, ടീച്ചർ ക്ലാസ്സിൽ എങ്ങനെ എടുക്കുന്നു എന്നുള്ളത് ചോദിക്കും, പിള്ളേരുടെ അടുത്ത് സംസാരിച്ച് നോക്കും. അതൊക്കെയാണ് ഇൻസ്പെക്ഷൻ. അതുപോലെ ഇൻട്രോസ്പെക്ഷൻ എന്ന് വെച്ചാൽ ഉള്ളിലോട്ട് പോകുക. അപ്പം വെളിയിലുള്ള കാര്യങ്ങളെല്ലാം നോക്കി നിൽക്കാതെ അതിനു പുറമേ നമ്മൾ ഉള്ളിലോട്ട് നമ്മളെ ഇൻസ്പെക്റ്റ് ചെയ്യുവാണ്. ഈ ഉള്ളിലോട്ട് ഇൻസ്പെക്റ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എന്തുവാ? നമ്മളുടെ നല്ല ഗുണങ്ങളും നമ്മളിൽ ഉള്ള ചീത്ത സ്വഭാവങ്ങളെയും നമ്മൾ അറിയണം, നമ്മൾ അതിനെ അനലൈസ് ചെയ്യണം, അതിനെ നല്ലപോലെ നോക്കി മനസ്സിലാക്കണം. അതാണ് ഒരു ഇൻട്രോസ്പെക്ഷൻ എന്നുള്ളതിൻ്റെ ഒരു അർത്ഥം. അപ്പം ഈ ആത്മീയതയിലോട്ട് പോകുമ്പം ഈ ഇൻട്രോസ്പെക്ഷൻ വളരെ വേണ്ടിയ ഒരു കാര്യമാണ്. ഇപ്പം ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, നോ ദൈ സെൽഫ് എന്ന് വെച്ചാൽ ആദ്യം നിന്നെ നീ മനസ്സിലാക്ക്, നിനക്ക് അറിഞ്ഞിരിക്കണം. നിന്നെ അറിഞ്ഞിരിക്കണമെന്ന് വെച്ചാൽ എൻ്റെ പേര്, എൻ്റെ അമ്മയുടെ പേര്, എൻ്റെ അച്ഛൻ്റെ പേര്, അതല്ല. എൻ്റെ നല്ല സ്വഭാവങ്ങളും എൻ്റെ ചീത്ത സ്വഭാവങ്ങളും, എന്നിൽ ഉള്ള നല്ല ഗുണങ്ങളും ചീത്ത ഗുണങ്ങളും എന്തുവാന്ന് നമുക്ക് സ്പഷ്ടമായിട്ട് അറിഞ്ഞിരിക്കണം. ഇപ്പം അത് തന്നെ ഒരുപാട് പേര് അങ്ങനെ ചെയ്യാറില്ല. ഇപ്പോൾ ഒരുപാട് പേർക്ക് ഞാൻ കണ്ടിടത്തോളം ഒരു 95% ആൾക്കാർക്കും
തലക്കനം കൂടുതലാണ്. തലക്കനം എന്ന് വെച്ചാൽ അവർക്ക് സ്വാഭാവികമായിട്ടേ, നാച്ചുറലായിട്ടേ, സ്വതേ അവർക്ക് എങ്ങനെയാണോ, ഞാൻ ചെയ്യുന്നതെല്ലാം ശരിയാണല്ലോ, ഞാൻ ചെയ്യുന്നത് ശരിയാണ്, ഞാൻ പറയുന്നത് ശരിയാണ്, എനിക്കെല്ലാം അറിയാം, ഞാൻ എന്നെ കവിഞ്ഞ ആൾ വേറെ ആരും ഇല്ല, അങ്ങനത്തെ ഒരു അഹംഭാവമുള്ള ഒരു ഈഗോ. അഹംഭാവം എന്ന് വെച്ചാൽ ഈഗോ, തലയ്ക്ക് മുറ്റിയ ഒരു ഈഗോയിലാണ് നമ്മളെല്ലാവരുമേ ഇരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പം ഒരു വലിയ നെഗറ്റീവ് പോയിൻ്റ് നമുക്ക് സംഭവിക്കുന്നുണ്ട്. നമ്മളുടെ കുറ്റങ്ങൾ നമുക്കറിയത്തേയില്ല. എന്നുവെച്ചാൽ എപ്പോഴും നമ്മൾ ഒരു 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 മാസ്ക് ഇട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. നമ്മളുടെ മുഖത്തിനെ മറയ്ക്കാൻ, നമ്മളുടെ സ്വയസ്വരൂപത്തിനെ മറയ്ക്കാൻ വേണ്ടി ഒരു മാസ്ക് ഇട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. മുഖത്ത് വെച്ചാൽ നമ്മുടെ ദേഹത്ത്, നമ്മുടെ മനസ്സിന്, നമ്മുടെ ബുദ്ധിക്ക് ഒരു മാസ്ക് എപ്പോഴും. ഞാൻ ബെസ്റ്റാണ്, എനിക്കറിയാൻ വയ്യാത്തതാ, അങ്ങനെ ഒരു വിചാരം. ഈ വിചാരം തന്നെയാണ് നമ്മളെ പിന്നോട്ട് വലിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ എപ്പോഴുമേ ഞാൻ ചെയ്യുന്നത് ശരിയാണ്, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ വിചാരിക്കുമ്പം നമ്മളുടെ ഉള്ളിലുള്ള കുറ്റങ്ങൾ നമുക്ക് മനസ്സിലാവുന്നില്ല. അത് ഒരു വലിയ നെഗറ്റീവ് പോയിൻ്റാണ്. അതാണ് പണ്ടേ ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞത്, നോ ദൈ സെൽഫ്. നോ ദൈ സെൽഫ് എന്ന് വെച്ചാൽ ഓരോരുത്തരും ഉള്ളിലോട്ട് പോയി ഒരു വിചാരണ ചെയ്ത്, അനലൈസ് ചെയ്ത്, നമ്മളുടെ സ്വഭാവത്തിൽ എത്ര ശതമാനം നല്ല സ്വഭാവങ്ങളുണ്ട്, നമ്മുടെ സ്വഭാവത്തിൽ എത്ര ശതമാനം ചീത്ത സ്വഭാവങ്ങളുണ്ട്. ചീത്ത എന്ന് വെച്ചാൽ ചെറിയ ചെറിയ കാര്യങ്ങൾ കൂടെ. ചീത്ത സ്വഭാവം എന്ന് വെച്ചാൽ വലിയ അറ്റത്തെ, ഇപ്പം നമ്മൾ കൊലപാതകം ചെയ്യാൻ പോകുന്നില്ല, അങ്ങനെയൊന്നും ചെയ്യാൻ പോകുന്നില്ല. നമ്മൾ സാധാരണപ്പെട്ട ഒരു ജീവിതം ജീവിക്കുവാണ്. നമുക്ക് നമ്മളായി, നമ്മുടെ കുടുംബമായി, നമ്മുടെ സൊസൈറ്റിയായി, നമ്മുടെ വർക്ക് സ്പേസായി, അങ്ങനെ സാധാരണ രീതിയിൽ പോകുന്നവരാണ്. പക്ഷേ ഓരോരുത്തരുടെ ഉള്ളിലും കുറേ നെഗറ്റിവിറ്റി ഉണ്ട്. മനസ്സിലാകുന്നോ? അപ്പം ആ നെഗറ്റിവിറ്റിയൊക്കെ എന്തുവാന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കിയാൽ മാത്രമേ അടുത്ത സ്റ്റെപ്പ് നമുക്ക് എന്തുവാന്ന് ചിന്തിക്കാൻ ഒക്കത്തുള്ളൂ. ഇപ്പോൾ ഒരാളിന്, ഇപ്പം എന്നെ എടുക്കുക, എനിക്ക് ഒരുപാട് കഴിവുകളുണ്ട്, ഒരുപാട് നല്ല സ്വഭാവങ്ങളുണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. പക്ഷേ എന്നിലകത്തും എനിക്കും ഒരുപാട് ചില പെട്ടെന്ന് ദേഷ്യം വരും, അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും പറയും, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം കൊച്ചിലേ ഇരുന്നതിനെക്കാട്ടിലും ഞാനിപ്പോൾ എത്രയോ മാറിയിട്ടുണ്ട്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാൻ എന്നെ അനലൈസ് ചെയ്ത് മറ്റവരൊക്കെ പറയുമ്പോൾ അതിനെ എടുക്കും. ഇപ്പം എൻ്റെ കൂടെ പറഞ്ഞവരാവട്ടെ, അല്ലെങ്കിൽ എൻ്റെ കൂടെ ഉള്ളവരാവട്ടെ, മനസ്സിലായി, നീ ചെയ്യുന്നത് ശരിയല്ല, ഇങ്ങനെ സംസാരിക്കരുത്, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തിരിക്കരുത് എന്ന് പറയുമ്പം ഞാനത് എടുക്കും, അത് പോസിറ്റീവായിട്ട് എടുക്കും. ശരിയാ, ശരിയല്ല, നമ്മളുടെ അപ്രോച്ച് ശരിയല്ല, നമ്മളുടെ ചിന്താഗതി ശരിയല്ല, നമ്മളിങ്ങനെ ചെയ്തിരിക്കരുത്, അല്ലെങ്കിൽ അങ്ങനെ അയാളുടെ അടുത്ത് അങ്ങനെ സംസാരിച്ചിരിക്കരുത് എന്നൊക്കെ നമുക്ക് തോന്നും. അപ്പം അങ്ങനെ സത്യമായിട്ടും നമ്മളിലുള്ള ചീത്ത സ്വഭാവങ്ങൾ, ഈ ചീത്ത സ്വഭാവം എന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്, വലിയ വലിയ കാര്യങ്ങളിലല്ല നമ്മൾ പറയാൻ വന്നത്, ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും ഇറ്റ് മാറ്റേഴ്സ് എന്ന് വെച്ചാൽ അതിന് പ്രാധാന്യം നമ്മൾ കൊടുക്കണം. നമ്മൾ അതിനെ കണ്ടുപിടിച്ചാലേ നമുക്ക് അടുത്ത സ്റ്റെപ്പായിട്ട് അതിനെ മാറ്റാനുള്ള വഴിമുറകൾ നമുക്ക് കണ്ടുപിടിക്കാനൊക്കത്തുള്ളൂ. അങ്ങനെ കൊച്ചിലേ ഇരുന്നതിന് ഞാനിപ്പം എത്രയോ മാറിയിട്ടുണ്ട്. അതിന് എൻ്റെ സെൽഫ് ഇൻട്രോസ്പെക്ഷൻ എന്നെ സഹായിച്ചിട്ടുണ്ട്. വേറൊരു കാര്യം, മറ്റവരെന്നെ എൻ്റെ അടുത്ത് പറയുമ്പം ഞാൻ അതിനെ ശരിയായിട്ട് എടുക്കും. ഇപ്പോൾ ഒരുപാട് പേര് നമ്മൾ അഡ്വൈസ് ചെയ്യുന്നതിനെ നേരെ ചൊവ്വേ എടുക്കത്തില്ല. എന്താ വെച്ചാൽ നമ്മളുടെ തലയിലെ മുറ്റിക്കിടപ്പുണ്ട് എന്തുവാ ഈ അഹങ്കാരം, ഈ തലക്കനമെന്നുള്ളത് നമുക്ക് തലവഴി ഇങ്ങനെ കാത് വഴി കണ്ണ് വഴി വെളിയിൽ ഇങ്ങനെ പിരിങ്ങിയിരിക്കുവാണ്. അങ്ങനെ അത്രയും അഹങ്കാരമുള്ളപ്പം മറ്റവർ പറയുന്നതിനെ നമ്മൾ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അപ്പോൾ എടുത്താലല്ലയോ അവർ പറയുന്നതിനെ പോസിറ്റീവായിട്ട് എടുത്താലല്ലയോ നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് മാറാനൊക്കത്തുള്ളൂ. അതാണ് ഈ സ്പിരിച്വാലിറ്റിയിൽ, ആത്മീയതയിൽ സെൽഫ് ലവ് എന്ന് പറയുന്നത്. സെൽഫ് ലവ് എന്ന് വെച്ചാൽ നമ്മളെ നമ്മൾ അനലൈസ് ചെയ്ത് നോക്കുക,
നമ്മളുടെ അടുത്തുള്ള നല്ല സ്വഭാവം കെട്ട സ്വഭാവങ്ങളൊക്കെ കണ്ടുപിടിച്ച് നല്ല സ്വഭാവത്തിനെ വളർത്താനും ചീത്ത സ്വഭാവങ്ങളെ അടിയോടെ മാറ്റാനും അടുത്ത സ്റ്റെപ്പ് നമുക്ക് എടുക്കണം. ഓക്കെ, അതുമാത്രമല്ല, അപ്പം ഇതിൽ സെൽഫ് ലവ് എന്ന് പറയുന്നത് എന്തുവാന്ന് വെച്ചാൽ നമ്മളുടെ നല്ല സ്വഭാവത്തോടെയും നമ്മളുടെ ഉള്ളിലുള്ള ചീത്ത സ്വഭാവത്തോടെയും നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. അക്സെപ്റ്റ് ചെയ്യുന്ന വെച്ചാൽ അതിനെ ശരിവെക്കുക. ശരി, ഞാനിങ്ങനാണ്, ഞാൻ അത്ര ശരിയല്ല, ഈ ഒരു ആംഗിളിൽ ഞാൻ ശരിയല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. അപ്പം ആ മനസ്സിലാക്കുമ്പം നമ്മൾ വെറുക്കരുത്, നമ്മൾ വെറുക്കാൻ പാടില്ല. അതാണ് സെൽഫ് ലവ്. സെൽഫ് ലവ് എന്ന് വെച്ചാൽ ശരി, ഞാനും ദൈവത്തിൻ്റെ ഒരു അംശമാണ്, ആ പരമാത്മാവിൻ്റെ ഒരു ചെറിയ അംശമാണ് എൻ്റെ ദേഹത്തും എൻ്റെ ഉള്ളിലുള്ള ജീവാത്മാ. അപ്പം എനിക്കും ദൈവ അംശമുണ്ട്, ഞാനും നല്ലതാണ്, പക്ഷേ ചില കാര്യങ്ങളിലൊക്കെ ഞാൻ പിന്നോട്ടാണ്. അപ്പം ആ കാര്യങ്ങളൊക്കെ എനിക്കിനി മാറ്റണം. അപ്പം അങ്ങനെ വിചാരിക്കുമ്പം നമുക്ക് വെറുക്കാൻ തോന്നത്തില്ല. നമ്മൾ വെറുക്കരുത്. മറ്റവർ, വെളിയിലുള്ള ആൾക്കാർ നമ്മളെ വെറുത്താലും സാരമില്ല, പക്ഷേ നമ്മളുടെ നല്ല സ്വഭാവം ചീത്ത സ്വഭാവം മനസ്സിലാക്കി നമ്മൾ സ്നേഹിക്കണം. ആദ്യം സെൽഫ് ലവ് എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ സ്നേഹിക്കാൻ പഠിക്കണം. ഇപ്പം മറ്റവർക്കൊക്കെ ഇപ്പം ചെയ്യുന്നു, എല്ലാം നമുക്ക് വേണ്ടിയതെല്ലാം മാറ്റി വെച്ചിട്ട് അവരുടെ സുഖദുഃഖങ്ങളിൽ നമ്മൾ പങ്കെടുക്കുന്നു, അവർക്ക് വേണ്ടി നമ്മൾ ജീവിക്കുന്നു. അതൊക്കെ ശരിയാണ്, അത് നല്ല സ്വഭാവങ്ങളാണ്. പക്ഷേ അതിന് പുറമേ നമ്മളുടെ നെഗറ്റിവിറ്റി കണ്ടുകൊണ്ടേ ചിലരുണ്ട്, എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളരുത്, എനിക്ക് സാമർഥ്യമില്ല, എനിക്ക് ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാ, എനിക്ക് എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ശരിയല്ല, എനിക്ക് 4 പേരുടെ മുമ്പിലിരുന്ന് സംസാരിക്കാൻ വയ്യ, എന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളരുത് എന്നുള്ള വിചാരം ഉള്ളിലുണ്ട് ഒരുപാട് പേർക്ക്. ഇനി ആ വിചാരങ്ങളെല്ലാം മാറ്റണം. അപ്പം ഞാനും ദൈവത്തിൻ്റെ ഒരു സൃഷ്ടിയാണ്. അപ്പം ദൈവത്തിനെ നമ്മൾ സ്നേഹിക്കുന്നെങ്കിൽ നമ്മൾ സ്നേഹിക്കണം. അതൊരു കാര്യം. രണ്ടാമത് അപ്പം നമ്മൾ തന്നെ സ്നേഹിക്കുമ്പം നമുക്ക് മനസ്സിനൊരു സന്തോഷമുണ്ട്. ഓക്കെ എൻ്റെ കാര്യങ്ങൾ ഇതാണ്, എനിക്കിപ്പം 85% നല്ല സ്വഭാവങ്ങളാണ്, പക്ഷേ ഇവിടെയൊക്കെ ഒരു 15% ചീത്ത സ്വഭാവങ്ങളുണ്ട് എന്ന് പറയുമ്പോഴേ അത് സാരമില്ല, 85 ഉണ്ടല്ലോ നല്ലത്. അപ്പം അങ്ങനെ നമ്മൾ വെറുക്കാതെ നമ്മൾ സ്നേഹിക്കണം. അതാണ് ഇന്നത്തെ ടോപ്പിക്, സെൽഫ് ലവ്. അപ്പം നമ്മളെ ചെയ്യുമ്പം നമ്മൾ കുറ്റപ്പെടുത്തിക്കൊണ്ട് നമുക്ക് നമ്മളെ ലോ ആയിട്ട് വിചാരിച്ച്, അതായത് താഴ്ന്ന രീതിയിൽ വിചാരിച്ച് എന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളരുത്. ഇപ്പം ഒരുപാട് പേര് മറ്റവരെയാണ് കൊള്ളരുതെന്ന് പറയുന്നത്. പക്ഷേ ആളുകളുണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ, വെളിയിൽ പറഞ്ഞില്ലെങ്കിൽ പോലെ എന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളരുത്, എനിക്ക് കഴിവില്ല, എനിക്കതൊന്നുമില്ല, ആ പെണ്ണ് നോക്ക് എന്ത് സാമർഥ്യമായിരിക്കുന്നു, എന്നെക്കാട്ടിലും കുറവാണ് പഠിച്ചേ, പക്ഷേ എന്ത് സ്മാർട്ടായിട്ടിരിക്കുന്നു, എന്തൊക്കെ ചെയ്യുന്നു, എവിടെയൊക്കെ പോകുന്നു, നമുക്കെന്താ ഇതൊന്നും ഇല്ലാത്തേ, നമ്മളെ കൊണ്ട് ഒന്നും കൊള്ളരുത്, ഇതൊരു പാഴ്ജന്മം, അങ്ങനെ വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനൊന്നും വിചാരിക്കരുത്. എന്താ വെച്ചാൽ അങ്ങനെ വിചാരിച്ചാൽ നമ്മൾ ഒരുപാട് താത്ത് കെട്ടിയാൽ നമ്മളുടെ ക്രിയേറ്ററിനെ നമ്മൾ താത്ത് കെട്ടുന്നതിന് തുല്യം. ക്രിയേറ്റർ എന്ന് വെച്ചാൽ നമ്മളെ ഉണ്ടാക്കിയ ദൈവം, നമ്മളുടെ ക്രിയേറ്ററിനെ നമ്മൾ താത്ത് കെട്ടുന്നതിന് തുല്യമാണ്. അപ്പം അങ്ങനെ നമ്മൾ കുറച്ചാൽ നമുക്ക് നമ്മളെ ഉണ്ടാക്കിയ ആ ദൈവത്തിൻ്റെ അടുത്തു നിന്ന് കിട്ടുന്ന സ്നേഹം കുറയും. അപ്പം എല്ലാം കൊണ്ടും ആത്മീയതയിൽ സെൽഫ് ലവ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുമാത്രമല്ല, നമ്മളെ ജഡ്ജ് ചെയ്യരുതെന്ന് വെച്ചാൽ എന്തുവാ, അതാ പറഞ്ഞത്, എനിക്ക് കഴിവില്ല, എനിക്ക് ഇംഗ്ലീഷ് പോരാ, അല്ലെങ്കിൽ എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ശരിയല്ല, അല്ലെങ്കിൽ എനിക്ക് നിറം പോരാ, എനിക്ക് ഹൈറ്റ് പോരാ, എനിക്ക് എൻ്റെ പേഴ്സണാലിറ്റി ഒന്നും കൊള്ളരുത്, അങ്ങനെയൊക്കെ നമ്മളുടെ ഉള്ളിലുള്ള പോസിറ്റീവ് നെഗറ്റീവ് അറിയണം. പക്ഷേ ഒരു ജഡ്ജ്മെൻറ്റ് ചെയ്യാൻ പാടില്ല. ഡോണ്ട് ജഡ്ജ് യുവർ സെൽഫ് എന്നാണ് പറയുന്നത്. ഈ ജഡ്ജ് യുവർ സെൽഫ് എന്ന് വെച്ചാൽ എന്തുവാ, എങ്ങനെ കോടതിയിൽ ഒരു ജഡ്ജ് ഫൈനലായിട്ട് ഒരു വെർഡിക്റ്റ് തരുന്നോ,
ഇതാണ് ഇതാണ് കേസിൻ്റെ അവസാനം. എങ്ങനെ ഒരു തീർപ്പ്, ഒരു ജഡ്ജ്മെൻറ്റ് തരുന്നോ അതുപോലെ നമ്മൾ ജഡ്ജ്മെൻറ്റ് ചെയ്യരുത്. ഒന്നാമത്തെ കാര്യം, നമ്മൾ ജഡ്ജ്മെൻറ്റ് ചെയ്യരുത്. അതേപോലെ മറ്റവരെയും നമ്മൾ ജഡ്ജ്മെൻറ്റ് ചെയ്യരുത്. അപ്പം നമ്മൾ സ്നേഹിച്ചാൽ മാത്രമേ നമുക്ക് മറ്റവരെയും സ്നേഹിക്കാൻ തോന്നത്തുള്ളൂ. അപ്പം നമ്മളെ ജഡ്ജ്മെൻറ്റ് ചെയ്യരുത്, മറ്റവരെയും ജഡ്ജ്മെൻറ്റ് ചെയ്യരുത്. ഇവയും കൊള്ളരുത്, കണ്ടാലേ അറിഞ്ഞൂടെ, ഇത് പോരാ. അങ്ങനെയൊക്കെ ഒരാളെ നമ്മൾ താത്ത് കെട്ടിയോ അല്ലെങ്കിൽ ഒരുപാട് പൊക്കി പറഞ്ഞോ നമ്മൾ ആരെയും ജഡ്ജ്മെൻറ്റ് ചെയ്യാൻ പാടില്ല. ആരെയും കമ്പയർ ചെയ്യാൻ നോക്കരുത്. കമ്പയർ ചെയ്യാൻ നോക്കുകയെന്ന് വെച്ചാൽ ഒത്തു നോക്കുക. ഇപ്പോൾ വീട്ടിൽ തന്നെ 2 കുട്ടികളുണ്ട്. 2 പെൺപിള്ളേരായിരിക്കാം, അല്ലെങ്കിൽ 2 ആൺപിള്ളേരായിരിക്കാം, അല്ലെങ്കിൽ ഒരു പെണ്ണും ഒരു ആണുമായിരിക്കാം. ഈ അമ്മയും അച്ഛനും തന്നെ, അല്ല വീട്ടിൽ ഉള്ളവർ തന്നെ, ഫാമിലി മെമ്പേഴ്സ് തന്നെ ഈ 2 കുട്ടികളെയും എപ്പോഴും കമ്പയർ ചെയ്തുകൊണ്ടേയിരിക്കും. നിൻ്റെ ചേട്ടനെ നോക്ക്, അവൻ എത്ര സ്മാർട്ടാ, നിന്നെ കൊണ്ട് ഒരു കഴിവുമില്ല, നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളരുത്. അവൻ എങ്ങനെ പഠിക്കുന്നു, നീ എന്തോ പഠിക്കുന്നു. സി, എസ്പെഷ്യലി 2 കുട്ടികളുണ്ടെങ്കിൽ രണ്ടും 2 പോളായിരിക്കും. 2 പോളെന്ന് വെച്ചാൽ ഒന്ന് നോർത്ത് പോളായിരിക്കും, ഒന്ന് സൗത്ത് പോളായിരിക്കും. 2 കുട്ടികളും ഒരുപോലെ ഇരിക്കത്തേയില്ല, ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അപ്പം ഒരാളിന് കുറച്ച് കഴിവ് കാണും, ഇനിയൊരാളിന് വേറെ കഴിവുകൾ കാണും. അപ്പോൾ ഈ കമ്പാരിസൺ ചെയ്യുമ്പോഴാണ് അവർ തമ്മിൽ തന്നെ ഒരു വെറുപ്പുണ്ടാകും. അവരുടെ റിലേഷൻഷിപ്പിലും ഒരു വെറുപ്പുണ്ടാകും. അപ്പം നമ്മൾ പറയുമ്പോൾ നമ്മളുടെ പുറത്തും അവർക്കൊരു വെറുപ്പുണ്ടാകും. കൊച്ചിലെ അങ്ങനെയൊക്കെ നമ്മൾ പറയുന്നത് അവരെ വലിയ രീതിയിൽ ഉള്ളിൽ ബാധിക്കുന്നുണ്ട്. വലുതായ പിന്നീട് അവർ കുറച്ച് തലയെടുത്ത പിന്നീട് അത് നമ്മളെ തിരിച്ചടിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ അനുഭവങ്ങൾ എനിക്കും ഉണ്ട്. ഇപ്പം എൻ്റെ മക്കൾ പറയുന്നു, ഞാൻ കൊച്ചിലെ അമ്മ ഇങ്ങനെ എന്നെ പറഞ്ഞല്ലോ, അമ്മ അവിടെ മാമൻ്റെ വീട്ടിൽ പോയിരുന്നപ്പോൾ എന്നെ പറ്റി കുറ്റം പറഞ്ഞു. ഇപ്പോഴും അത് ഓർത്തിരിക്കുന്നു എന്ന് പറയുമ്പം ഞാൻ അതിശയിച്ചു പോയി. ചേടാ, നമ്മൾ എന്തോ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷേ അത് ആ കൊച്ചിൻ്റെ മനസ്സിൽ അത്രയും ദൂരം ബാധിച്ചിരിക്കുന്നതുകൊണ്ടാണ് 30 വയസ്സായി പിന്നീട് 10-25 വർഷം കഴിഞ്ഞ് അവർ അത് മനസ്സിൽ കിടക്കുന്നതുകൊണ്ടാണ് നമ്മളെ തിരിച്ച് ഇപ്പം പറയാൻ തോന്നുന്നത്. മനസ്സിലായോ? അതുകൊണ്ട് നമ്മളുടെ ഗുണങ്ങളെ കണ്ടുപിടിക്കണം, നമ്മളെ സ്നേഹിക്കണം. എന്നാലേ നമുക്ക് മറ്റവരെ സ്നേഹിക്കാനുള്ള സ്വഭാവം കിട്ടത്തുള്ളൂ. നമ്മളെ ഒരു ജഡ്ജ്മെൻറ്റ് ചെയ്ത് ഇന്നതാണ്, അല്ലെങ്കിൽ എനിക്ക് ഇത്ര കഴിവുണ്ട്, അങ്ങനെ ഒരു ജഡ്ജ്മെൻറ്റും പാടില്ല. അതേപോലെ ഒരു കൺക്ലൂഷനും ചെയ്യാൻ പാടില്ല. കൺക്ലൂഷൻ എന്ന് വെച്ചാൽ ഈ ജഡ്ജ്മെൻറ്റാണ്. അതായത് ഇത് ഇങ്ങനെ, അപ്പോൾ എനിക്ക് 25% എൻ്റെ കഴിവുള്ളൂ. അങ്ങനെ ഒരു നാളും നമ്മളെ താത്ത് പറയരുത്. അതേസമയത്ത് ഞാൻ എല്ലാം തികഞ്ഞവനാ എന്ന് പറഞ്ഞുകൊണ്ട് 100% ആ രീതിയിൽ നമ്മൾ പോകരുത്. അപ്പം നമ്മൾ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് നമ്മളെ സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ. നമ്മളെ സ്നേഹിച്ചാൽ മാത്രമേ നമുക്ക് നമ്മളുടെ ചീത്ത സ്വഭാവങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ നമ്മൾ ചെയ്യുമ്പം നമ്മുടെ ഉള്ളിലുള്ള ഒരുപാട് ഈ ബ്ലോക്കേജ് എന്ന് വെച്ചാൽ ഈ കെട്ടിക്കിടക്കുന്ന ചില കാര്യങ്ങൾ മനസ്സിൻ്റെ ഉള്ളിൽ, മനസ്സിൻ്റെ ആഴത്തിൽ കെട്ടിക്കിടക്കുന്ന കുറേ സ്വഭാവങ്ങൾ അല്ലേ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഓക്കെ. അതുമാത്രമല്ല, നമ്മൾ മറ്റവരെ ജഡ്ജ് ചെയ്യാതിരിക്കുമ്പം ഇനിയൊരു കാര്യം, അടുത്തത് ഈ സെൽഫ് ലവിൻ്റെ അടുത്ത സ്റ്റേജ്, അടുത്ത ഘട്ടം എന്തുവാന്ന് വെച്ചാൽ, നമ്മൾ സ്നേഹിക്കുന്ന പോലെ മറ്റവരെയും നമ്മൾ സ്നേഹിക്കണം. എന്തെന്ന് വെച്ചാൽ ഇപ്പം ഒരു നെയ്ബറെ, ഒരു അടുത്ത വീട്ടിലുള്ള ഒരു പെൺകുട്ടിയെ കാണുന്നു. അപ്പോൾ ഈ വീട്ടമ്മ എന്തോ വിചാരിക്കും, ശരി, ആ പെൺകുട്ടിക്ക് പോരാ, ഈ ചില സ്വഭാവങ്ങളൊന്നും ശരിയല്ല. എന്നാലും ആ കുട്ടിയും ദൈവത്തിൻ്റെ ഒരു സൃഷ്ടിയാണ്. അതിൻ്റെ ഉള്ളിലുള്ളതും എൻ്റെ ഉള്ളിലുള്ള ആത്മാവ് പോലെയാണ്. അപ്പം അതിനെ നമ്മൾ വെറുക്കാൻ പാടില്ല. എത്ര പേരെടുത്ത് നമ്മൾ ഇടപഴകിയാലും അവരുടെ പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഈ ലോകത്ത് ജനിച്ചവരിലെ ആരും 100% പെർഫെക്റ്റ് അല്ല. 100% പെർഫെക്റ്റ് ആയിട്ടുള്ളവർ ഈ ഭൂമിയിൽ ജനിക്കേണ്ട കാര്യമില്ല. എന്തോ കുറച്ച് അവർക്ക് നെഗറ്റീവ് കർമാസ് ഉണ്ട്.
ആ കർമാസിനെയും കൂടെ കംപ്ലീറ്റായിട്ട് തീർക്കാൻ വേണ്ടിയാണ് ഒരു മനുഷ്യജന്മം എടുത്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനത്തെ ആളാണെങ്കിലും അവർക്ക് എന്തെങ്കിലും ഒരു പോരായ്മ കാണും. അപ്പം ആരും 100% പെർഫെക്റ്റ് അല്ല എന്നുള്ളപ്പം ഞാനും പെർഫെക്റ്റ് അല്ല, നീയും പെർഫെക്റ്റ് അല്ല, നാം കാണുന്ന മറ്റവരാരും പെർഫെക്റ്റ് അല്ല എന്ന് വിചാരിക്കുമ്പം നമുക്ക് എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കാൻ തോന്നും. ഓക്കെ, അപ്പം ഫസ്റ്റ് നമുക്ക് വേണ്ടിയത് നമ്മളെ നമ്മൾ സ്നേഹിക്കുക. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് മറ്റവരെല്ലാവരെയും സ്നേഹിക്കുക. എങ്ങനെ സ്നേഹിക്കുന്നു എന്ന് വെച്ചാൽ അവരുടെ നല്ലതും ചീത്തയും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ അവരെ സ്നേഹിക്കുക. ഇത്രയേ ഉള്ളൂ ആ കുട്ടിക്ക് കഴിവ്. സാരമില്ല, അത് പഠിച്ചോളും. ഇനി എത്ര വർഷമുണ്ട്? ഈ ജന്മത്തിൽ തന്നെ കുറേ വർഷങ്ങളില്ലയോ, അത് പഠിച്ചോളും. തന്നെ എല്ലാം മനസ്സിലാക്കിക്കോളും. ഈ പാഠം പഠിക്കാനാണല്ലോ എല്ലാവരും ഈ ഭൂമിയിൽ ജന്മം എടുത്ത് വന്നിരിക്കുന്നത്. അതായത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഈ ഭൂമിയിൽ നമ്മൾ ചെയ്ത പോസിറ്റീവ് നെഗറ്റീവ് കർമാസിനെ അനുഭവിക്കാൻ വേണ്ടിയാണ് ഈ ജന്മത്തിൽ നമ്മൾ ഈ ജന്മം എടുത്തിരിക്കുന്നത്. മനസ്സിലായോ? അപ്പം ഈ നമ്മൾ ചെയ്ത പോസിറ്റീവ് കർമ്മയ്ക്ക് നമ്മൾ സുഖിക്കും, നമ്മൾ ചെയ്ത നെഗറ്റീവ് കർമ്മയ്ക്ക് നമ്മൾ കഷ്ടപ്പെടും. പക്ഷേ ഇതിൽ ദൈവം ആരെയും പണിഷ്മെൻറ്റ് ചെയ്യാനോ പാർഷ്യാലിറ്റി കാണിക്കാനോ അല്ലെങ്കിൽ പാരപക്ഷത്തോടെ നടത്താനോ അല്ലെങ്കിൽ ദൈവം ഒരാളിന് മാത്രം കുറേ കാശ് കൊടുക്കുന്നു ഇനി ഒരാളിനെ ഒന്നുമില്ലാതാക്കുന്നു, അതൊന്നുമില്ല. ഒരു ദൈവവും നമുക്ക് ഒന്നും തരാൻ പോകുന്നില്ല. ഇത് നേരത്തെയും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ എന്തോ പറയുന്നത്, മറ്റവരെയും നമ്മൾ സഹിക്കാൻ പഠിക്കണം. അവരെയും അവരുടെ പോസിറ്റീവ് നെഗറ്റീവ് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മളെ എത്ര സ്നേഹിക്കുന്നോ അത്രയും ദൂരം മറ്റവരെയും സ്നേഹിക്കാൻ പഠിക്കണം. ഇതൊക്കെ എന്തിനാ ഇതൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ ഈ ആത്മീയതയിൽ ഇത് ആവശ്യമുള്ള കാര്യമാണ്. അതായത് നമ്മുടെ ചിന്താഗതി വൈഡാവണം. ഈ നാരോ മൈൻഡഡായിട്ട് ഈ കുതിരയ്ക്ക് കണ്ണിൽ കെട്ടി ഇങ്ങനെ ഒറ്റ നോട്ടത്തിൽ ഇങ്ങനെ വെച്ചാലേ അത് അങ്ങനെ നോക്കി പോകത്തുള്ളൂ. അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകുമ്പോൾ എങ്ങോട്ടൊക്കെയോ പോകും. അങ്ങനെ അത് പക്ഷേ മനുഷ്യന് അത്ര നല്ലതല്ല. ഒരേ ചിന്താഗതിയിൽ ചിലരുണ്ട് നെഗറ്റിവിറ്റി. ആരെ കണ്ടാലും അവരുടെ നെഗറ്റീവേ ഇവരുടെ കണ്ണിൽ പെടത്തുള്ളൂ. അങ്ങനെയൊക്കെ ഇല്ലാതെ എല്ലാവരെയും നമ്മൾ സരിസമമായിട്ട് നോക്കി ചെയ്താൽ നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് കാണും, നമുക്ക് ഒരുപാട് റിലേഷൻഷിപ്പ് കാണും. നമ്മുടെ കുടുംബത്തിൽ തന്നെ എടുത്തോണം, ഓരോ കുടുംബത്തിലും ഇപ്പം 4 പേരുള്ള ന്യൂക്ലിയർ ഫാമിലി ആണെങ്കിലും 4 പേർക്ക് 4 വിധമായിട്ടുള്ള സ്വഭാവങ്ങളാണ്, ഇല്ലയോ? അപ്പോൾ ആ എല്ലാവരുടെയും സ്വഭാവങ്ങളെ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് അനുസരിച്ച് പോയാലേ നമുക്കും മനസ്സമാധാനം കിട്ടത്തുള്ളൂ. ഓക്കെ, അതുമാത്രമല്ല, ഇങ്ങനെ അവരെ ഓരോരുത്തരെയും നമ്മൾ അക്സെപ്റ്റ് ചെയ്യുമ്പം വേറൊരു 2 കാര്യം നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മളെ കുത്തി നോവിപ്പിച്ചവരെയും നമുക്ക് ചീത്ത ചെയ്തവരെയും നമ്മളെ കുറ്റപ്പെടുത്തുന്നവരെയും നമുക്ക് ക്ഷമിക്കാൻ പറ്റും. മറ്റവരെ ക്ഷമിക്കാൻ പറ്റും. ഓക്കെ, ക്ഷമിച്ച് ശരി ക്ഷമിക്കെന്ന് പറയുന്നു. അതൊന്നും ഇപ്പം ഈ കാലത്ത് നടക്കുന്ന കാര്യമല്ല. ഈ ജന്മത്തെ എനിക്ക് മറക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞെങ്കിൽ ശരി, ക്ഷമിക്കണ്ട, അറ്റ്ലീസ്റ്റ് മറക്ക്. ഒരാളെ ക്ഷമിക്കാനും അത്രയും വലിയ ഒരു ഹൃദയം വേണം. അപ്പോഴേ ശരി, അയാൾക്കറിഞ്ഞത് അത്രയേ ഉള്ളൂ, അതുകൊണ്ട് അയാൾ അങ്ങനെ ചെയ്തു. അല്ലെങ്കിൽ ഇവർക്ക് ഇത്രേ അറിയാവൂ, അതുകൊണ്ട് ഇവരിത്രയും ചെയ്തു. എന്നോട് എന്തൊക്കെ കാണിച്ചു. കൊച്ചുനാളിലെ എൻ്റെ അമ്മായിയമ്മ എന്നെ എന്തോ പാടുപെടുത്തി. ഇപ്പം നോക്ക്, ഒന്നും വയ്യ, കയ്യും കാലും തളർന്ന് എണ്ണിക്കാൻ വയ്യ. അപ്പോഴത്തേക്ക് നമ്മളടുത്ത് വലിയ സ്നേഹം. ആർക്ക് വേണം ഈ സ്നേഹം? അങ്ങനെ നമ്മൾ വിചാരിക്കരുത്. അവർക്കറിയാവുന്നത് അവരുടെ ലെവലിൽ അവർ ചെയ്തു. അപ്പോൾ അവർ ഏത് സോളാണോ, ഇൻഫൻറ്റ് സോളാണോ, മെച്യൂർഡ് സോളാണോ, ആർക്കറിയാം? അപ്പോൾ അതിൽ ജഡ്ജ്മെൻറ്റ് പാടില്ല എന്ന് പറയുന്നത് ഇതിലാണ്. അന്ന് ആവുന്ന കാലത്തൊക്കെ എന്നെ ഇട്ട് കഷ്ടപ്പെടുത്തി, ഇപ്പം വയ്യാതിരുന്നപ്പം ഞാൻ തിരിച്ച് അവരെ കഷ്ടപ്പെടുത്തും. അതല്ല ശരി. അവരുടെ ആവുന്ന കാലത്തിൽ അവർക്ക് അഹങ്കാരം ഉണ്ടായിരുന്നോ, അവർക്ക് വലിയ അല്ലെങ്കിൽ അവരുടെ അമ്മായിയമ്മ അവരെ അങ്ങനെ കഷ്ടപ്പെടുത്തി കാണും. അതായിരിക്കും അവർ നമ്മളടുത്ത് അങ്ങനെ കാണിച്ചേ. ശരി, പോട്ടെ, എന്ത് ആണെങ്കിലും ശരി, നമ്മളുടെ തലവിധി, നമ്മളുടെ തലയിലെഴുത്ത്, നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്ന് വരം, നമ്മളല്ലേ ഇങ്ങനത്തെ ആളുകളെ ചൂസ് ചെയ്ത് സോൾ പ്ലാനിങ്ങിൽ. അപ്പോൾ അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അപ്പോൾ എല്ലാവരെയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, എല്ലാവരെയും ഒന്നിച്ച് അണച്ച് കൊണ്ടുപോകാൻ പറ്റും.
അത് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റത്തിനെ ഉണ്ടാക്കും. ഓക്കെ, അപ്പോൾ ഈ പഴയതെല്ലാം വിചാരിച്ച് അതിനെക്കുറിച്ചേ പറഞ്ഞുകൊണ്ടിരുന്ന് ചിലരൊക്കെ സംസാരിക്കുന്ന കാണുമ്പം എനിക്ക് 5 വർഷത്തിന് മുമ്പേ ഞാൻ അവിടെ വന്നപ്പോൾ നീ എൻ്റെ അടുത്ത് ഇങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ അങ്ങനെ ചെയ്തു. 10-20 വർഷത്തിന് മുമ്പേ എൻ്റെ മോടെ കല്യാണത്തിന് നിനക്ക് ഫുഡ് ശരിയില്ല എന്ന് കുറ്റം പറഞ്ഞു. ഇപ്പം നോക്ക്, അപ്പം നിൻ്റെ മക്കളൊക്കെ കൊച്ചായിരുന്നു, ഇപ്പം നോക്ക് നിൻ്റെ മോൻ്റെ കല്യാണത്തിന് വായി വയ്ക്കാൻ കൊള്ളരുതാത്ത ശാപ്പാടായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് ഫുഡേ കിട്ടിയില്ല. ഇതൊക്കെ വളരെ സില്ലി ആയിട്ടുള്ള കാര്യങ്ങൾ. 10-20 വർഷത്തിന് മുമ്പേ ആരോ പറഞ്ഞു. അത് ഒന്നാമത്തെ കാര്യം, അങ്ങനെ ഫുഡ് ശരിയല്ല, അല്ലെങ്കിൽ എന്നെ ഗവനിച്ചില്ല, അല്ലെങ്കിൽ എനിക്ക് തരേണ്ട മര്യാദ തന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ റിലേഷൻഷിപ്പിനെ, ഈ ബന്ധങ്ങളെയൊക്കെ നമ്മളാണ് ചീത്തയാക്കുന്നത്. അങ്ങനെയൊക്കെ സംസാരിക്കാനേ പാടില്ല. അങ്ങനെ ഉള്ളപ്പം അത് 20 വർഷത്തിന് മുമ്പേ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇപ്പം നോക്കിയോ ടിറ്റ് ഫോർ ടാറ്റ്, പഴിക്ക് പഴി, നിൻ്റെ മോൻ്റെ കല്യാണത്തിന് എന്തുവാ ഫുഡേ ശരിയല്ല. ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പാടില്ല. ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളിലൊന്നും നമ്മൾ തലയിടരുത്, ഇമ്പോർട്ടൻസ് കൊടുക്കരുത്, അതിന് ഒരു പ്രാധാന്യം കൊടുക്കരുത്. നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത് വേറെ ഒരു രീതിയിലാണ് നമ്മളിനി സെറ്റപ്പ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ അത് നമ്മൾ നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് ചെയ്യണം. അപ്പം ആരും പെർഫെക്റ്റ് അല്ല, ഞാനും പെർഫെക്റ്റ് അല്ല, അവരും പെർഫെക്റ്റ് അല്ല. അവരും പാഠം പഠിക്കാനാണ് വന്നിരിക്കുന്നത്, ഞാനും പാഠം പഠിക്കാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവരവരുടെ സോൾ ലെവലിനേറ്റ പോലെ നമ്മൾ പെരുമാറും എന്നുള്ളത് മനസ്സിലാക്കി നമ്മളെ കുത്തിനോവിപ്പിച്ചവരെ പോലും നമ്മൾ ക്ഷമിക്കാൻ പറ്റിയില്ലെങ്കിൽ, ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ക്ഷമിക്കാൻ പറ്റിയില്ലെങ്കിൽ, നമ്മുടെ മനസ്സിൽ നിന്ന് ആ ചീത്ത വെന്ത് നൊന്ത ആ ഫീലിങ്സ് എല്ലാം എടുത്ത് കളഞ്ഞിട്ട് നമ്മൾ ലൈറ്റ് ആവാൻ നോക്കണം. എന്താണെന്ന് വെച്ചാൽ ഇനി നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന പാത, റോഡ്, വഴി എന്ന് പറയുന്നത് വേറെയാണ്. അപ്പം ഈ ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം ഒന്നിലും നമ്മൾ ശ്രദ്ധിക്കരുത്. ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും ഊതിപ്പെരുപ്പിച്ച് വലുതാക്കരുത്. ഓക്കെ, ഫുഡ് ശരിയായോ? ഓക്കെ, ശരിയായില്ലയോ? ഓക്കെ, വിട്. ഏതോ നമ്മൾ കല്യാണത്തിന് പോകുന്നു, ഏതോ പ്രസൻറ്റേഷൻ കൊടുക്കുന്നു, സന്തോഷമായിട്ട് എല്ലാവരെയും കണ്ട് സംസാരിക്കുന്നു. പെണ്ണിനെയും ചെറുക്കനെയും നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മളെ അനുഗ്രഹിക്കുന്നു. അതിനാണ് അവിടെ പോകുന്നത്. അല്ലാതെ നമ്മൾ കൊടുത്തിരിക്കുന്നത് സാരിയെ ഷോ കാണിക്കാനോ, അല്ലെങ്കിൽ കഴുത്തിലും കയ്യിലും ഒക്കെ ഇട്ടിരിക്കുന്നത് കാണിക്കാനോ, അല്ലെങ്കിൽ ഫുഡ് കഴിക്കാനോ, അല്ലെങ്കിൽ ഫുഡ് കഴിച്ചതിനെ കുറ്റപ്പെടുത്താനോ, ഇതൊന്നും നമുക്ക് ഇനി നമ്മളുടെ ജീവിതത്തിൽ ഒരു വിഷയം അല്ല എന്നുള്ള തീർമാനത്തിൽ നമ്മൾ സ്നേഹിക്കുക, മറ്റവരെല്ലാവരെയും സ്നേഹിക്കുക, മനസ്സ് ലൈറ്റാക്കുക, സന്തോഷമായിട്ടിരിക്കുക. എന്ന് വെച്ചാൽ നമ്മളുടെ ഉന്നം വേറെയാണ്. നമ്മളുടെ ഉന്നം എന്ന് പറയുന്നത് നമ്മൾ എത്ര ദൂരം നന്നാക്കി ദിവസവും ഇൻട്രോസ്പെക്ഷൻ ചെയ്ത് നമ്മളെ ഉയർന്ന നിലയ്ക്ക് കൊണ്ടുവരിക. അരമണിക്കൂർ കിട്ടിയാൽ മെഡിറ്റേഷൻ ചെയ്യുക, അരമണിക്കൂർ കിട്ടിയാൽ വായടച്ച് കണ്ണടച്ച് മിണ്ടാതെ ഒരു സ്ഥലത്തിരുന്ന് മിണ്ടാതിരിക്കുക. അതൊക്കെയാണ് നമുക്കിനി ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ഇതൊക്കെ നല്ല രീതിയിൽ കുറച്ചും കൂടെ ചിന്തിച്ച് എല്ലാ ദിവസവും നമ്മൾ ഇതിനെ നമ്മളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പ്രയത്നിക്കണം. ഓക്കെ, അപ്പം ഇനിയൊരു സന്തോഷമായിട്ടുള്ള ഒരു കാര്യം ഞാൻ വിചാരിച്ചു, ഇപ്പം എൻ്റെ മനസ്സിൽ തോന്നി. ഞായറാഴ്ച വിഷുവാണ്. കഴിഞ്ഞ വിഷുവിനും ഈ വിഷുവിനും നമ്മൾ തമ്മിൽ എത്ര മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ആലോചിച്ച് നോക്കിയേ. ഈ വേറെ ഒന്നും വേണ്ട, എൻ്റെ മോൾ ഒരു 3 വർഷത്തിന് മുമ്പേ പറഞ്ഞതാ, അമ്മ എത്രയോ ഈ കുക്കറി ചാനലും അതും ഇതുമൊക്കെ വരുന്നു, അവർ ഒരുപാട് വീഡിയോസ് ഒന്നും സ്റ്റാൻഡേർഡായിട്ടേ ഇല്ല. അപ്പോൾ അമ്മയ്ക്ക് ഇത്രയും ബുക്കുകൾ വായിക്കുന്നു, അമ്മയ്ക്ക് ഇത്രയും അറിയാം, അമ്മയ്ക്ക് നല്ലപോലെ എക്സ്പ്ലെയിൻ ചെയ്യാനും അറിയാം, അമ്മ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാലോ ഒന്ന് കൊറോണ പീരീഡിൽ എൻ്റെ അടുത്ത് പറഞ്ഞതാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ അത് അങ്ങ് തള്ളിക്കളഞ്ഞു. വേണ്ട, അതിനൊന്നും സമയമായിട്ടില്ല, ആവട്ടെ, സമയം വരുമ്പോൾ നോക്കാം എന്ന് പറഞ്ഞ് അങ്ങ് തള്ളിക്കളഞ്ഞു. ഞാൻ അതിനെ മനസ്സിലേ എടുത്തില്ല. പക്ഷേ ഇപ്പം എൻ്റെ ഗുരുക്കന്മാർ പറഞ്ഞപ്പോഴാണ്, നിങ്ങൾ സെൽഫിഷ് ആവരുത്, നിങ്ങൾ എല്ലാം ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഞാനും വിചാരിച്ചു, ശരി, എൻ്റെ ഒരു ഉൾവിളിയാണ് ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങാനും. അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങനെ ചാനൽ തുടങ്ങാമെന്ന് പറഞ്ഞപ്പോൾ ടക്കെന്ന് ഒരു പേര് വന്നതാണ് കൈലാഷ് ചാനൽ. എന്ന് വെച്ചാൽ എനിക്കിനിയും കാണേണ്ട ഒരു സ്ഥലം എന്ന് പറയുന്നത് കൈലാസം മാനസരോവർ. മിക്കവാറും ബാക്കി എല്ലാ സ്ഥലവും കണ്ടു. അപ്പം ആ കൈലാസത്തിൽ പോയാൽ മുക്തി കിട്ടും
എന്നുള്ള നമ്മുടെ ഒരു വിചാരം. ഓക്കെ, അപ്പം നമ്മളുടെ മുക്തി കിട്ടാനുള്ള ഒരു വഴിയാണ് നമ്മൾ നോക്കുന്നത്. എന്നുവെച്ചാൽ എൻ്റെ ഗുരുക്കന്മാരൊക്കെ എത്രയോ ടെക്നിക്സ് പറഞ്ഞു തന്നിട്ടുണ്ട്, എങ്ങനെയാണ് മുക്തി എളുപ്പം കിട്ടാനുള്ള വഴികളെന്ന്. അപ്പം അങ്ങനെയൊക്കെ ഉള്ളപ്പം അതിനെക്കുറിച്ചല്ലേ നമ്മൾ പറയുന്നത്. അപ്പം കൈലാഷ് ചാനലിന് പേരിടണം. പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ നിന്ന് വന്നതാണ്, ആരും എനിക്ക് പറഞ്ഞു തന്നതല്ല. അപ്പോൾ ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങി. ഫെബ്രുവരി 15 ചാനൽ തുടങ്ങി, 10-60 വീഡിയോസ് ഇട്ടു. എനിക്ക് വയ്യെങ്കിലും ആവുമെങ്കിലും എന്ത് ചെയ്താലും എങ്ങനെയെങ്കിലും 8 മണിക്ക് രാവിലെ ഒരു വീഡിയോ എത്തിയിരിക്കണം, എൻ്റെ പ്രേക്ഷകരുടെ കയ്യിൽ എത്തിയിരിക്കണം എന്നുള്ള ഒരു ഒരു വാശിയിലാണ്, വാശിയെന്ന് വെച്ചാൽ ഒരു സന്തോഷത്തിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം കഴിഞ്ഞ വിഷുവിനും ഈ വിഷുവിനും എന്ത് വലിയ മാറ്റം നമ്മൾ തമ്മിൽ വന്നിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെ പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു, എന്തൊക്കെ എനിക്ക് നിങ്ങളുടെ അടുത്ത് പങ്കുവയ്ക്കാൻ പറ്റി. നിങ്ങൾക്കും അതുകൊണ്ട് അറിവ് നേടി. എത്രയോ പേര് കമൻസിൽ പറയുന്നു നന്ദിന്ന്. അപ്പം ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ അടുത്താണ് നന്ദി പറയുന്നത്. എന്നെ ഒരു ടൂളാക്കി, എന്നെ ഒരു ഇൻസ്ട്രുമെൻ്റാക്കി ഇത്രയൊക്കെ പറയിപ്പിക്കുന്നല്ലോ ദൈവം. എത്ര പേര് അത് കേൾക്കുന്നു, എത്ര പേര് മനസ്സിലോ എത്രയോ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്, എത്രയോ മെഡിറ്റേഷൻ ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്, എത്രയോ പേര് എന്തൊക്കെയോ ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ എന്നെക്കൊണ്ടാകുന്ന ഒരു 1% ഒരു അംശം അവർക്ക് ഒരു പോസിറ്റിവിറ്റി കൊണ്ടുവരാൻ പറ്റിയെങ്കിൽ എനിക്ക് അതായിരിക്കും ഏറ്റവും വലിയ ഒരു ഇത്. ഇത്രയും സർവീസ് ചെയ്യാൻ എനിക്ക് ദൈവം ഒരു ഇട വരുത്തിയല്ലോ, എനിക്ക് അതിനുള്ള ശക്തിയും ദൈവം ആരോഗ്യവും തന്നല്ലോ. ഇന്ന് വരെ നമ്മൾ വിചാരിച്ചത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റിയല്ലോ. അപ്പം അടുത്ത വിഷുവിന്, ഈ വിഷുവിന് നമ്മൾ ഇത്രയും ലെവലിലെത്തി, അടുത്ത വിഷുവിന് ഇതിനേക്കാട്ടിലും ഉയർന്ന നിലയ്ക്ക് എത്തണം. മനുഷ്യൻ്റെ ലെവലിൽ നിന്ന് ദൈവത്തിൻ്റെ ലെവലിലോട്ട് നമ്മൾ മാറണം. അതിന് ഇനി ഒരുപാട് നമ്മൾ പ്രയത്നിക്കണം. ഞാനും എന്നാലായത് ഈ ചാനൽ മുഖാന്തരം നിങ്ങളെല്ലാവർക്കും നല്ല രീതിയിൽ നല്ല ഉയർന്ന നിലയിൽ എത്താനുള്ള സഹായങ്ങൾ എനിക്കറിഞ്ഞ രീതിയിൽ, എനിക്ക് എല്ലാം തികഞ്ഞൊന്നുമല്ല, എനിക്കെല്ലാം അറിഞ്ഞും കൂടാ. പക്ഷേ എത്രയോ കാര്യങ്ങൾ എൻ്റെ ഗുരുക്കന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ജീവിതത്തിനെക്കുറിച്ച് നല്ല ഒരു ക്ലാരിറ്റി ഉണ്ട്. അത് ഞാൻ ഉറപ്പായിട്ടും പറയും, എവിടെ വേണമെങ്കിലും പറയും. എല്ലാത്തിനെക്കുറിച്ചും എനിക്ക് നല്ല ഒരു ക്ലിയർ ഐഡിയ എൻ്റെ മനസ്സിലുണ്ട്. അതിനി എത്ര ദൂരം ഞാൻ അതിനെ ഫോളോ ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതും ഞാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങളും ശ്രമിച്ചാൽ നമുക്കെല്ലാവർക്കും നല്ല ഒരു ഭാവി ഉണ്ട്. ഇനിയുള്ള ഭാവി, ഇനി വരുന്ന കാലം, ഇനി വരുന്ന ജീവിതം നമുക്ക് സുഖകരമായിട്ടിരിക്കും. സുഖകരമായിട്ട് വെച്ചാൽ എൻജോയ് ചെയ്ത് അടിച്ചു പൊളിച്ച് അങ്ങനത്തെയല്ല. നമ്മൾ സമാധാനമായിട്ട് സന്തോഷമായിട്ട് മുക്തിയെ നോക്കി നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഓക്കെ, അതിന് ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം. ഹാപ്പി വിഷു.